हाय मेरे प्यारे बच्चों, साइलम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं. എല്ലാ മക്കളും അടിപൊളിയല്ലേ? നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി വളരെ സെറ്റ് ആയിട്ട് എല്ലാ മക്കളും തയ്യാറായിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ നാളത്തെ പരീക്ഷയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട് വരുന്ന ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നാളെ ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ തരുന്നത്. ആദ്യം നിങ്ങൾക്ക് സൂചന തന്നിട്ട് അത് വായിച്ചതിന് ശേഷം അതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം, ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും ചോദ്യം ചോദിക്കുക. അപ്പൊ നോക്കാം നമുക്ക്. സൂചന ഗണ്ട് പടേ ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖിയ. അപ്പൊ ഗണ്ണിക ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ അല്ലെ, ഒരു ബോക്സിൽ വളരെ മനോഹരമായിട്ട് എന്തോ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും പ്രശ്നവും കെ ഉത്തർ, ചോദ്യങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നക്കാര് പറഞ്ഞാൽ എന്താ, ഇവിടെ എന്താ പ്രശ്നക്കാര്, ചോദ്യങ്ങളാണ്. അതിനുള്ള ഉത്തരം നിങ്ങളോട് ലിഖ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം കൃത്യമായിട്ട് ആ ബോക്സിൽ എന്താണോ തന്നത് എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് വായിച്ചു നോക്കാം. മേം കേരളാഹും, ഞാൻ ആരാകുന്നു, കേരളമാകുന്നു അല്ലെ. അപ്പൊ നമ്മളൊക്കെ താമസിക്കുന്നത് എവിടെയാണ്? കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്താണ്. അതിൽ വ്യത്യസ്ത ജില്ലകളുണ്ട്, 14 ജില്ലകളുണ്ട്. അതിലൊരു ജില്ലയിലായിരിക്കും നിങ്ങൾ, മലപ്പുറം, കോഴിക്കോട് അല്ലെ, കണ്ണൂര്. അപ്പൊ നിങ്ങളുടെ ജില്ലയൊക്കെ നിങ്ങൾ എന്തുണ്ടാകും, നിങ്ങൾക്കൊരു ജില്ല ഉണ്ടാകും. അത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളതാ. അപ്പൊ മേ കേരളാഹും, കേരളം പറയാണ് കേരളത്തെ കുറിച്ച്. ഇത് പറയുന്നുണ്ട്. മേരാ ജന്മ, എന്റെ ജനനം 1 നവംബർ 1956 എന്റെ ജനനം എന്നാണ് 1956 നവംബറിലാണ്. അപ്പൊ നിങ്ങൾക്കൊരു ജനനം ഉണ്ടാവും, ഒരു ജനന ഡേറ്റ് ഉണ്ടാവും. നിങ്ങൾ ജന്മദിനമൊക്കെ ആഘോഷിക്കാറുണ്ട് അല്ലെ. ഇനി നോക്കിക്കോ. മേരി ഭാഷ മലയാളം ഹേ, എന്റെ ഭാഷ മലയാളമാകുന്നു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാഷ ആലോചിച്ചാൽ മതി. കേരളത്തിൽ താമസിക്കുന്ന നിങ്ങളുടെ ഭാഷ ഒന്ന് ആലോചിച്ചാൽ മതി, മലയാളമാണ്. മേര മുഖ്യ ആഘോഷം അല്ലെ, ഇവിടുത്തെ മുഖ്യ ആഘോഷമായിട്ട് പറയുന്നത് ഏതാണ്? ഓണം ഹേ എന്ന് പറയുന്നുണ്ട്, ഓണമാണ് എന്ന് പറയുന്നുണ്ട്. ഇനി പറയുന്നുണ്ട് മേരി രാജധാനി തിരുവനന്തപുരം ഹേ, രാജധാനി തലസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് എന്നും ഇത്തരത്തിലാണ് നമ്മുടെ ആ ബോക്സിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിടുന്നുണ്ട്, അതിന് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അത് കൃത്യമായി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ ആദ്യത്തെ വായിച്ചു നോക്കാം. യഹ് കിസ്കി ആത്മകഥ ഹേ, ഇത് ആരുടെ ആത്മകഥയാണ്? കിസ്കി, ആരുടെ ആത്മകഥയാണ്? അപ്പൊ അതിൽ നോ ഡൗട്ട് കേരളാണ് അല്ലെ. മേ കേരളാഹും എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ കേരള, തമിഴ്നാട്, ആസാം, ദില്ലി. അപ്പം തമിഴ്നാട്, ആസാം, ദില്ലി ഒന്നും നമ്മുടെ ഈ ബോക്സിൽ പരാമർശിച്ചിട്ടേ ഇല്ല. പരാമർശിച്ചത് ഏത് മാത്രമാണ്? കേരളമാണ്. അപ്പൊ ഉത്തരം ഏതാണ്? കേരളം തന്നെയാണ്, നോ ഡൗട്ട്. അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ കൃത്യമായി ഇതേപോലെ ഐഡന്റിഫൈ ചെയ്താൽ മതി. ഇനി അതേപോലെ കേരളക്ക ജന്മ കബ് ഹുവ, കേരളത്തിന്റെ ജനനം എന്നാണ്. അപ്പൊ അതിൽ നമുക്ക് യാതൊരു ഡൗട്ടും വരാനില്ല. കാരണം കേരളത്തിന്റെ ജനനം എന്നാണ് ഉള്ളത്. ഇവിടെ പറയുന്നുണ്ട് ജന്മേ, മേരാ ജന്മേ 1 നവംബർ 1956. അപ്പൊ അത് ഇതിലുണ്ടോ നോക്കൂ. 15 ആഗസ്റ്റ് 1947 ആണ്. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ്. പിന്നെ 2 ഒക്ടോബർ 1948 പറയുന്നുണ്ട്, 1 നവംബർ 1956 പറയുന്നുണ്ട്, 5 ജൂൺ 1945 പറയുന്നുണ്ട്. ആ ബോക്സിലേക്ക് നോക്കുന്നു, ഓപ്ഷനിൽ ഏതാന്ന് വെച്ചാൽ നേരെ ഇതിലേക്ക് എന്ത് ചെയ്താൽ മതി, കണക്ട് ചെയ്ത് എഴുതിയാൽ മാത്രം ചെയ്താൽ മതി എന്റെ മക്കൾ. അപ്പൊ 1 നവംബർ 1956 ആണ്, അത് നമുക്ക് കിട്ടി. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോ. അതെന്താ? കേരളാക്കി മാതൃഭാഷ ഏതാന്നാ ചോദിച്ചത്. അപ്പൊ ഓപ്ഷൻ നോക്കി. തമിഴുണ്ട്, ആസാമി ഉണ്ട്, കന്നഡ പറയുന്നുണ്ട്, മലയാളം പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ്? ഒരു ഡൗട്ടും വേണ്ട. നമുക്ക് ഏതാണ്? ഏറ്റവും അടിസ്ഥാനമായിട്ട് കേരളത്തിൽ ഏതാണ്? യെസ്, മലയാളമാണ്. നമ്മുടെ ഭാഷ ആലോചിച്ചാൽ മതി, മലയാളമാണ്. അപ്പൊ മാതൃഭാഷ ഏതാന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നോക്കിയേ. കേരളാക്ക, കേരളത്തിന്റെ മുഖ്യ ആഘോഷം പറയുന്നുണ്ട്. അപ്പൊ അതില് പൊങ്കൽ പറയുന്നുണ്ട്, ഹോളി പറയുന്നുണ്ട്, ദീപാവലി പറയുന്നുണ്ട്, ഓണം പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ സ്കൂളിലൊക്കെ ആഘോഷിക്കുന്ന ആഘോഷം നമ്മളാണ്ട് ഓർത്താൽ മതി, ഓണം അല്ലെ. ഓണം ഹമാര കൗമി തെഹ്വാർ ഹേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇതാണ്. അപ്പൊ ഓണമാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതും നമുക്ക് ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ ബോക്സിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് മാത്രം നമ്മൾ എടുത്ത് എഴുതിയാൽ മതി. റെഡി അല്ലേ? മുഖ്യ ഭാഷ മലയാളം എന്നൊക്കെ ഇതിൽ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നുള്ളത് മാത്രം നമുക്ക് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ചോദ്യം വായിച്ചാൽ എൻ്റെ മക്കൾക്ക് കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 5ാമതായിട്ട് ഈ പാസേജിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, തിരുവനന്തപുരം കിസ്കി രാജധാനി ഹേ. തിരുവനന്തപുരം കിസ്കി അല്ലെ, ഏതിന്റെ രാജധാനിയാണ്, തലസ്ഥാനമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതും നമുക്ക് എവിടെ തന്നിട്ടുണ്ട്? ഇത് തന്നിട്ടുണ്ട്, മേരി രാജധാനി തിരുവനന്തപുരം ഹേ. അപ്പൊ ഇവിടെ മേരി ആരാ? കേരളമാണ്. അപ്പൊ ഓപ്ഷൻ നോക്കൂ. നോ ഡൗട്ട് തമിഴ്നാടല്ല, കേരളം, ആസാം, ബീഹാർ. അപ്പോൾ തമിഴ്നാട്, ആസാം, ബീഹാർ നമുക്ക് ഇതിൽ പരാമർശിച്ചിട്ടേ ഇല്ല. നമ്മൾ പറയുന്നത് ഉടനീളം എന്താണ്? കേരളത്തെ കുറിച്ചാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് എന്റെ മക്കൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ 5 ചോദ്യങ്ങൾക്ക് 5 ഓപ്ഷൻ, ഓരോന്നിനും 4 ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് കണക്ട് ചെയ്ത് 5 എണ്ണം ശരിയാക്കിയാൽ 5 മാർക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് അല്ലാതെ ഇതേപോലുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഏറ്റവും ലളിതമായി ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചോദ്യം നാളത്തെ പരീക്ഷയിൽ എന്തായാലും ഉണ്ടാകും. അത് നമ്മൾ ഇത്തരത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ആ പാസേജിൽ നിന്ന് മാത്രമേ ഉള്ളൂ, ആ കള്ളിയിൽ തന്നിട്ടുള്ള
കാര്യം നിങ്ങൾ കൃത്യമായി 2-3 തവണ വായിച്ചാൽ 5 മാർക്ക് ഷുവർ ആയിട്ടും എന്റെ മക്കൾക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ സെറ്റല്ലേ? അപ്പൊ ഇതേപോലെ സൂചന തന്നിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ചോദിച്ചാൽ എന്റെ മക്കൾ കൃത്യമായിട്ട് എഴുതും എന്നുള്ള ഉറപ്പുള്ള എല്ലാ മക്കളും ആ ലൈക്ക് ബട്ടനൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക. അടിപൊളിയാക്കുക നാളത്തെ പരീക്ഷ. വിഷ് യു ഓൾ ദ വെരി बेस्ट. अनसार अगला वीडियो में फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.